അള്ളാഹുവിനെ പടച്ചതെന്തിനാ? റസൂലുള്ളയെ സ്വർഗം കാണിക്കാനാ, റസൂലുള്ളയെ നരകം കാണിക്കാനാ. എന്നെ തിരഞ്ഞെടുക്കുമോ ജിബ്രീലേ? ഒരു ബുറാക്കല്ല, 40,000 ബുറാക്കിനെ അള്ളാഹു പടച്ച തമ്പുരാൻ പടച്ചു എന്ന ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ 40,000 ബുറാക്കിന്റെ ഇടയിൽ നിന്ന് ഒരു ബുറാക്ക് കരഞ്ഞു. ആ ബുറാക്ക് കരഞ്ഞപ്പോ ജിബ്രീൽ ചോദിച്ചു, എന്തിനാ ബുറാക്കെ കരയണത്? ആ ബുറാക്ക് പറഞ്ഞു, ജിബ്രീലേ, എന്നെ അല്ല പടച്ചിരിക്കണത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗവും നരകവും കാണിക്കാനാ. അതുകൊണ്ട് എന്നെ തെരഞ്ഞെടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞപ്പോ ജിബ്രീൽ എന്റെ പ്രിയപ്പെട്ടവരെ ബുറാക്കിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ ഒരു സംഭവം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ ആ ബുറാക്ക് കരഞ്ഞതുപോലെ മുത്തുനബിയെ കാണാൻ വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബിയെ കിനാവിൽ കാണാൻ കഴിയുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ആരാണോ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി കിനാവിൽ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയും. ആരാണോ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നത് അവർക്ക് റസൂലുള്ളാഹി കിനാവിൽ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയും. ഇത് ജാബിർ തങ്ങൾ കേട്ടു. ഇത് ജാബിർ തങ്ങൾ കേട്ടു. ജാബിർ തങ്ങൾ മദീന മുനവ്വറയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയാ. ജാബിർ തങ്ങൾ ഉണ്ടല്ലോ പടച്ചവനെ ഭാര്യയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ ഭാര്യയോട് ചോദിക്കുകയാ, റസൂലുള്ളാഹിയെ കാണാൻ ആഗ്രഹമുണ്ടോ, അഭിലാഷമുണ്ടോ? ജാബിർ തങ്ങളുടെ ഭാര്യതാ പറയുകയാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമുണ്ടല്ലോ റസൂലുള്ളാഹിയാ, ഹബീബാ നബി തങ്ങളാ, ലോകത്തിന്റെ പ്രവാചകനെ അതാ കാണണമെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ ജാബിർ തങ്ങളുടെ ഭാര്യയ്ക്ക് കാണണമെന്ന് പറയുമ്പോ ജാബിർ തങ്ങള് ഭാര്യയോട് പറയുകയാ, ഓദിക്കോ സൂറത്തുൽ കൗസർ, ഓദിക്കോ പെണ്ണേ. ജാബിർ തങ്ങളുടെ ഭാര്യതാ കിടക്കുമ്പോ സൂറത്തുൽ കൗസറിന്റെ പ്രിയമുള്ളവരെ ഓതുകയാ. എന്നിട്ടതോ പടച്ചവനെ കിടന്നുറങ്ങുകയാ. പാതിരാത്രിയില് സുബഹിയുടെ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത് ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ നെട്ടി എണ്ണീച്ചുകൊണ്ട് കരയുകയാ. ജാബിർ തങ്ങൾ ഭാര്യയോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ വിരഹിക്കുന്നത്? ജാബിർ തങ്ങളതാ ചോദിക്കുമ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ജാബിർ തങ്ങളോട് പറയുകയാ, ജാബിർ തങ്ങളെ സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിയെ കിനാവില് കാണാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് തങ്ങളെ. എന്നിട്ട് എന്റെ ചാരത്തേക്ക് റസൂലുള്ളാഹിയുണ്ടല്ലോ കടന്നു വന്നില്ല. ജാബിർ തങ്ങളുടെ ഭാര്യതാ കരയുമ്പോ ജാബിർ തങ്ങള് വീണ്ടും അതാ പറയുകയാ, ഓദിക്കോ, അധികരിപ്പിച്ചോ, ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയെ കാണാൻ കഴിയുന്നതാ. രണ്ടാമത്തെ ദിവസം അതാ ഓതുകയാ, മൂന്നാമത്തെ ദിവസം അതാ ഓതുകയാ, നാലാമത്തെ ദിവസം അതാ ഓതുകയാ, അഞ്ചാമത്തെ ദിവസം അതാ ഓതുകയാ, ആറാമത്തെ ദിവസം അതാ ഓതുകയോ, 7 ദിവസം കഴിയുകയോ, 10 ദിവസം കഴിയുകയാ, 20 ദിവസം കഴിയുമ്പോ പടച്ചവരെ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരയുമ്പോ 1 മാസം കഴിയുകയാ. 1 മാസം കഴിയുമ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ജാബിർ തങ്ങളോട് പറയുകയാ, ജാബിർ തങ്ങളെ 1 മാസമായിട്ട് സൂറത്തുൽ കൗസർ ഉണ്ടല്ലോ പാരായണം ചെയ്യുന്നവളാ. റസൂലുള്ള കിനാവില് വന്നില്ല. റസൂലുള്ളാഹിക്ക് എന്നോട് ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണോ? എന്തെങ്കിലും കാരണമുണ്ടോ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ജാബിർ തങ്ങൾ പറയുകയാ, ഇഖ്ലാസോടെ ഓദിക്കോ,
ഇഖ്ലാസോടെ ഓതിക്കോ, ഇഖ്ലാസോടെ ഓതിക്കോ. ജാബിർ തങ്ങളുടെ ഭാര്യതാ പാതിരാത്രിയില് കിടക്കുന്ന സമയത്ത് പടച്ചവനെ ഒന്നുവെടുക്കുകയാ, സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുകയാ. എന്നിട്ട് പടച്ചവനെ കിടന്നുറങ്ങുകയാ. 1 മാസത്തിന് ശേഷം അതോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോ മയതല്ലോ കിനാവിലേക്ക് റസൂലുള്ള കടന്നു വരികയാ. ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പടച്ചവനെ ചാടി എണ്ണീക്കുകയാ, വല്ലാതെ കരയുകയാ, വല്ലാതെ സങ്കടപ്പെടുകയാ. ജാബിർ തങ്ങള് ഭാര്യയോട് ചോദിക്കുകയാ, എന്തിനാണ് മോളെ കരയുന്നതെന്തിനാ? ജാബിർ തങ്ങള് ഭാര്യയോട് ചോദിക്കുമ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ജാബിർ തങ്ങളോട് പറയുകയാ, ജാബിർ തങ്ങളെ റസൂലുള്ള കിനാവിൽ വന്നു തങ്ങളെ, ജാബിർ തങ്ങളെ റസൂലുള്ള ഹൃദയത്തിലേക്ക് വന്നു തങ്ങളെ, റസൂലുള്ള കിനാവിലേക്ക് കടന്നു വന്നിട്ട് എന്റെ സലാമിനുണ്ടല്ലോ മറുപടി പറഞ്ഞു ജാബിർ തങ്ങളെ എന്നതാ. ജാബിർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ജാബിർ തങ്ങൾ റസൂലുള്ളയെ കണ്ടല്ലോ, ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ റസൂലുള്ളയെ കിനാവില് കണ്ടവരാ, ബിലാൽ തങ്ങൾ കണ്ടവരാ, ഉമർ തങ്ങൾ കണ്ടവരാ, അലിയാർ തങ്ങൾ കണ്ടവരാ, ഉസ്മാൻ തങ്ങൾ കണ്ടവരാ, ഫാത്തിമ ബീവി കണ്ടവരാ. അതുകൊണ്ട് പറയുകയാ, ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, സ്നേഹത്തോടെ പറയുകയാ, സൂറത്തുൽ കൗസർ ജാബിർ തങ്ങൾ പാരായണം ചെയ്തതുപോലെ ഇൻഷാ അല്ലാഹ് കിടക്കുന്നതിന് മുമ്പ് ആരാണോ ഓതുന്നത് ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അവർ റസൂലുള്ളയെ കിനാവിലെ കാണാതെ മരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈ റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പ്, ഈ റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പ് റസൂലുള്ളയെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരാൻ കഴിയേണ്ടതാ. നാദാ അതിനുള്ള സൗഭാഗ്യങ്ങളോ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് ജാബിർ തങ്ങളുടെ ഭാര്യ എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ കൗസർ 1 മാസം പാരായണം ചെയ്തപ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് സ്വപ്നത്തിലേക്ക് റസൂലുള്ള വന്നെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും പാരായണം ചെയ്യാം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ആ സൂറത്തുൽ കൗസർ ആരാണോ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുന്നത് അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളയെ കിനാവില് കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കം പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ റസൂലുള്ളയെ മദീന, ആ റസൂലുള്ളയെ കിനാവില് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ റബീഉൽ അവ്വൽ കടന്നു പോകുന്നതിന് മുമ്പ് റസൂലുള്ളയോടുള്ള പ്രണയവും അനുരാഗവും ലക്കും നദീറും മുബീൻ, തീർച്ചയായിട്ടും റസൂലുള്ളാഹി തങ്ങള് ഈ ലോകത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ സന്മാർഗമായിട്ടാണ് കടന്നു വന്നതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഈ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയിരക്കണക്കാന സ്വലാത്തുകള് ചൊല്ലാനുള്ള റബീഉൽ അവ്വൽ ആയിരിക്കണം. ഈ റബീഉൽ അവ്വൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കാന സ്വലാത്തുകൾ ചൊല്ലി ആ മദീനത്തേക്ക് എത്താനുള്ള റബീഉൽ അവ്വൽ ആയിരിക്കണം. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാനിപ്പോ 2 മാസം മുമ്പ് ഉംറ കഴിഞ്ഞ് വന്നപ്പോ ഉംറയ്ക്ക് മദീനത്ത് നിന്ന് പിരിയുന്ന സമയത്ത് എന്റെ റൂമിന്റെ ജനല് തുറന്നാൽ ജന്നത്തുൽ ബഖീ കാണാൻ കഴിയും. എന്റെ റൂമിന്റെ ജനല് തുറന്നു കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖീ കാണാൻ കഴിയും. എന്നോട് എന്റെ കൂടെയുള്ള കണ്ണൂരുള്ള ഒരു സഹോദരൻ, ഒരു ഹാജിയാരാണ്, എന്നോട് കരഞ്ഞിട്ട് കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഈ മദീനത്ത് മരിക്കാൻ കൊതിയുണ്ടായിരുന്നു ഉസ്താദേ, എനിക്ക് ഈ മദീനത്ത് മരിക്കാൻ കൊതിയുണ്ടായിരുന്നു ഉസ്താദേ. നമ്മളിന്ന് പിരികല്ലേ ഉസ്താദേ, ഇശാ കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ബസ് വരുമല്ലോ ഉസ്താദേ, എനിക്കിനി ഇവിടെ മദീനത്ത് മരിക്കാൻ കഴിയുമോ, എനിക്കിനി ജന്നത്തുൽ ബഖീല് അടങ്ങാൻ കഴിയുമോ എന്നാ സാധുവായ സഹോദരൻ പറയുമ്പോ, നമ്മളൊക്കെ ഉംറ കഴിഞ്ഞവരാ, നമ്മളൊക്കെ ഹജ്ജ് കഴിഞ്ഞവരാ, നമ്മളൊക്കെ സിയാറത്തിന് പോയവരാ. ആ മദീനത്ത് പോയി സിയാറത്ത് ചെയ്തിട്ട്
നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾ അധഭാഗ്യവന്മാരാ. മദീനത്ത് പോയിട്ട് സിയാറത്ത് കഴിഞ്ഞിട്ട്, ഉംറയ്ക്ക് പോയിട്ട് സിയാറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ അധഭാഗ്യവന്മാരാ. കാരണം എന്തേ? ആ മദീനയുടെ മണ്ണിൽ അടങ്ങുക എന്ന് പറയുന്നത് വല്ലാത്ത സൗഭാഗ്യമാ. ജന്നത്തുൽ ബഖീഇന്റെ മണ്ണിൽ അടങ്ങുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സൗഭാഗ്യമാ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അതാ പറയണേ, റബീഉൽ അവ്വൽ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സലാത്തുകളും ബുറുദയും മൗലിദുകളും അൽഹംദുലില്ലാ പാടണം. ഇപ്പൊ ഇവിടെ കുറച്ച് പ്രായമുള്ള ഉപ്പമാര് ചെറുപ്പക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ദഫ് കളിച്ചു. അതൊക്കെയാണ് ദഫ് എന്ന് പറയണേ. അല്ലാതെ കുറെ മിനിസോ ഉള്ള ഡ്രസ് ഇട്ടിട്ട് ഡാൻസ് പോലും തോറ്റു പോണ രീതിയിലാണ് ഇത്. നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ദഫ് കളിക്കണം. വഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അതൊന്നുമല്ല റസൂലുള്ളാഹിയോടുള്ള പ്രണയം എന്ന് പറയണത്. അല്ല, ഇപ്പൊ എത്രയോ പേരാ ഈ റബീഉൽ അവ്വലിന്റെ പേരില് റോഡിലൊക്കെ DJ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പാട്ട് പാടുമ്പോ വയനാട് ഉരുൾപൊട്ടി, വയനാട് ചൂരൽമലയില് ഉരുൾപൊട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ ആ വയനാട്ടിൽ എത്രയോ സഹോദരങ്ങൾ ആ റബീഉൽ അവ്വലിന്റെ ദിവസം കരഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ചാരത്ത്, അവരുടെ കുടുംബാദികളുടെ ഖബറിന്റെ ചാരത്ത് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ എത്രയോ പേരാ. അതുകൊണ്ട് ഞാൻ പറയാ, ഒരു രാത്രി കിടന്നുറങ്ങിയവര് എത്രയോ പേരെന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഖബറില. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരു രാത്രി വീടിന്റെ അകത്ത് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി കിടന്നുറങ്ങിയവര് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഖബറില. അതുകൊണ്ട് നിങ്ങളോട് പറയാ ഏത് സമയത്ത് ഞാൻ നിങ്ങളും വിട പറയാം. പക്ഷേ നമുക്ക് ഇൻഷാ അല്ലാഹ് കിടന്നുറങ്ങുന്നത് ആ മദീനയുടെ മണ്ണിലാകണം. ഞാനും നിങ്ങളും മരിച്ചാൽ ആ മരണപ്പെടുന്ന മണ്ണ് അത് മദീനയുടെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരായിരിക്കണം. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരാളെ എവിടെയാണോ ഖബറടക്കുന്നത്, ഇപ്പൊ എന്നെ ഈ കല്ലൂരാവിയിലാണ് ഖബറടക്കണതെങ്കിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ഈ നാണിക്കടവിലാണ് എന്നെ അടക്കണതെങ്കിൽ അല്ലാഹു പടച്ച തമ്പുരാൻ എന്നെ പടക്കാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണ് എവിടെ നിന്നാ? ഈ നാണിക്കടവിലെ മണ്ണിൽ നിന്നാ. ഒരാളെ ജന്നത്തുൽ ബഖീഇലാണ് ഖബറടക്കണതെങ്കിൽ അതിന്റെ അർത്ഥം അവനെ പടക്കാൻ വേണ്ടി അല്ലാഹു പടച്ച തമ്പുരാൻ എടുത്തിരിക്കണ മണ്ണ് എവിടെ നിന്നാ? ജന്നത്തുൽ ബഖീഇൽ നിന്നുള്ള മണ്ണ് കൊണ്ട്. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലെ, നിങ്ങള് ഈ മദീനത്ത് ഖബർ വെട്ടുന്നവരോട് സംസാരിച്ചാൽ അവര് പറയും, എന്താ പറയണമെന്നറിയോ? അവിടെ ഓരോ മിനിറ്റുകളിലും ആളുകൾ ഇങ്ങനെ മരിച്ചോണ്ടിരിക്കുക. ഉംറയ്ക്ക് ചെല്ലുന്നവര് ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുക. ഉംറയ്ക്ക് ചെല്ലുന്നവരിൽ ഒരു ദിവസം തന്നെ 10 പേര് മരിക്കും. ഓരോ വക്കത്തിനും 10 പേര് മരിക്കും, 15 പേര് മരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ ഖബർ വെട്ടുന്നവരോട് ചോദിച്ചാ അവര് പറഞ്ഞു തരും, ഈ മദീനയിലും മക്കയിലും ഖബറടക്കിയാൽ ആ ഖബറിന്റെ അകത്ത് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു ലോഷൻ ഉപയോഗിക്കാറുണ്ട്, ഒരു കെമിക്കൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനാ ഉപയോഗിക്കുന്നേ? ഈ കെമിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മയ്യത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? ശരീരം പെട്ടെന്ന് മണ്ണിലേക്ക് എന്ത് ചെയ്യും? ചേരാനുള്ള സമയം പെട്ടെന്ന് എടുക്കും. മയ്യത്ത് പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ മരിക്കണ കൊണ്ട്, അവിടെ സ്ഥലം ഇങ്ങനെ തീരുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും? പെട്ടെന്ന് മയ്യത്ത് ദ്രവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ലോഷൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എത്ര കെമിക്കൽ ഉപയോഗിച്ചാലും ഇന്നും മദീനയുടെ ജന്നത്തുൽ ബഖീഇന്റെ മണ്ണിൽ ദ്രവിച്ചു പോകാത്ത എത്രയോ മയ്യത്തുകളുണ്ട്. ഇന്നും മദീനയുടെ മണ്ണിൽ ആ ഖബർ വെട്ടുന്നവർ പറയുന്നത് കേൾക്കാം, ഇന്നും ആ മദീനയുടെ മണ്ണിൽ ആ എത്രയോ കെമിക്കൽ ഒഴിച്ചാലും ഇന്നും ആ മദീനയുടെ മണ്ണിൽ ജന്നത്തുൽ ബഖീഇൽ ദ്രവിച്ചു പോകാത്ത എത്രയോ ഖബറാളികളുണ്ട്. അല്ലാഹുവേ ആ മദീനയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ബഗ്ദാദിലുള്ള 12 വയസ്സുള്ള പൊന്നുമോനും ഒരു ഉമ്മയും മദീനയുടെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ
അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ചരിത്രമാണ്. ദുആ ചെയ്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഇന്ന് ജന്നത്തുൽ ബഖീഇല് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉമ്മയുടെ മകന്റെയും ഖബറ് ആ മദീനത്തുണ്ട്. അല്ലാഹുവേ, അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. 12 വയസ്സുള്ള പൊന്നുമോൻ നടക്കാൻ കഴിയാതെ കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ഒരു പാവപ്പെട്ട ഒരു ഉമ്മയും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മദീനയുടെ മണ്ണിൽ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനോഹരമാകുന്ന ചരിത്രം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. നമ്മുടെ നാട്ടില് ഉംറയ്ക്ക് പോയിട്ട് വരുന്നവരുണ്ട്, നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടും കോഴിക്കോട് എയർപോർട്ടിലൊക്കെ പോയി സ്വീകരിക്കും. ഞാൻ നിങ്ങളോട് പറയാ, ആ മദീനത്ത് പോയിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ എഴുതി വെച്ചോ, അതിന്റെ പ്രിയപ്പെട്ടവരെ അധഭാഗ്യവന്മാരാ. അല്ലാഹുവേ, ആ മദീനയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ. ബഗ്ദാദില് 12 വയസ്സുള്ള പൊന്നുമോൻ, ബഗ്ദാദില് 12 വയസ്സുള്ള പൊന്നുമോൻ, ബഗ്ദാദിലെ 12 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ ഉമ്മയോട് പറയുകയാ, ഉമ്മ, റസൂലുള്ളാഹിയുടെ മദീന കാണാൻ ആഗ്രഹമുണ്ട്, റസൂലുള്ളാഹിയുടെ മദീന കാണാൻ ആഗ്രഹമുണ്ട്. സമ്മതം തരുമോ, അനുവാദം തരുമോ? ആ സമയത്ത് ഉമ്മയാ പൊന്നുമോനോട് പറയുകയാ, മോനെ, എനിക്കും കൂടി മദീനത്തേക്ക് വരാൻ വല്ലാതെ ആഗ്രഹമാ, വല്ലാതെ ആഗ്രഹമാ. 12 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, പടച്ചവനെ ഉമ്മയോട് പറയുകയാ, ഉമ്മ, നടക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് വരാൻ കഴിയൂല ഉമ്മ. ഇൻഷാ അല്ലാഹ് അവിടെ ചെന്ന് ദുആ ചെയ്യാം ഉമ്മ. ഉമ്മയാ പൊന്നുമോനോടൊരു സലാം പറയുകയാ. ഉമ്മയുണ്ടല്ലോ, പൊന്നുമോനോടൊരു സലാം പറയുകയാ. ഉമ്മ ആ പൊന്നുമോനോട് സലാം പറയുകയാ. ഈ സലാമുണ്ടല്ലോ റസൂലുള്ളാഹിയോട് പറയുമോ, മോനെ, ആ പൊന്നുമോനെന്റെ പ്രിയമുള്ളവരെ ചന്തയിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് ഓരോ കച്ചവട സംഘത്തിനോട് ചോദിക്കുകയാ, മദീനത്തേക്കാണോ, റസൂലുള്ളാഹിയുടെ ചാരത്തേക്കാണോ, ഹബീബിന്റെ വെള്ളക്കൊട്ടാരത്തിലേക്കാണോ? ഓരോ ആളുകള് കടന്നു പോകുകയാ. അവസാനമുണ്ടല്ലോ ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ മദീനത്തേക്കാ. ആ പൊന്നുമോനാ വണ്ടിയിലേക്ക് ചാടി കയറുകയാ. ദിവസങ്ങളോട് ബഗ്ദാദിൽ നിന്ന് മദീനത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുകയാ. റസൂലുള്ളാഹിയുടെ മദീനയെ പടച്ചവനെ കിനാവില് കാണുകയാ. ദിവസങ്ങൾ കഴിയുമ്പോ വെള്ളക്കൊട്ടാരത്തിന്റെ ചാരയെത്തുമ്പോ പടച്ചവനെ കച്ചവട സംഘത്തിന്റെ ആളുകളതാ പറയുകയാ, ആ കാണുന്ന വെള്ളക്കൊട്ടാരമുണ്ടല്ലോ അത് റസൂലുള്ളാഹിയുടേതാ. ആ പൊന്നുമോനതാ വണ്ടിയിൽ നിന്ന് ചാടുകയോ റസൂലുള്ളാഹിയുടെ മദീനയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ഓടിച്ചെന്നുകൊണ്ട് ആദ്യത്തെ സലാം പറയുകയാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, ഇതെന്റെ സലാമാണ് നബിയേ. എന്നിട്ട് രണ്ടാമതൊരു സലാമുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറയുകയാ, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നബിയേ, ഇതെന്റെ ഉമ്മയുടെ സലാമാണ് നബിയേ. എന്റെ ഉമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല നബിയേ. എന്റെ ഉമ്മയുണ്ടല്ലോ വീട്ടിലാണ് റസൂലേ. അങ്ങൊന്ന് സലാമൊന്ന് മടക്കണമെന്ന് പറയുകയാ. ദിവസങ്ങളോട് ആ പൊന്നുമോനാ മദീനത്ത് സിയാറത്ത് ചെയ്യുകയോ. സിയാറത്ത് ചെയ്തതിന് ശേഷം ബഗ്ദാദിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ബഗ്ദാദിലേക്ക് എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു
പോകുകയാ. ബഗ്ദാദിലേക്ക് വണ്ടി കയറുകയാ. ബഗ്ദാദിലേക്ക് ചെല്ലുമ്പോ മഅദല്ലോ ബഗ്ദാദിന്റെ മണ്ണിലൂടെ നടക്കുമ്പോ ഒരു പെണ്ണിന്റെ പ്രിയമുള്ളവര് ഈ 12 വയസ്സുള്ള പൊന്നുമോന് ചാരത്തേക്ക് ഓടി വരികയാ. അതാരം അറിയോ? വർഷങ്ങളോളം കിടന്ന് കിടക്കപ്പായിലോ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയോ ഉമ്മയുണ്ടല്ലോ, ഓടി വരികയാ. ഉമ്മ ഓടി വന്നുകൊണ്ട് പ്രിയപ്പെട്ട 12 വയസ്സുള്ളൂ പൊന്നുമോന് മുത്തം കൊടുക്കുകയാ. പൊന്നുമോന് മുത്തം കൊടുക്കുമ്പോ ആ പൊന്നുമോന് നെട്ടിത്തിരിക്കുകയോ. പൊന്നുമോൻ ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ എങ്ങനാണ് രോഗം മാറിയതുമ്മോ? വർഷങ്ങളോളോ നടക്കാൻ കഴിയാത്ത ഉമ്മയാണല്ലോ, നിങ്ങൾ എങ്ങനാണ് നടന്നതെന്ന് ചോദിക്കുമ്പോ ഉമ്മയതാ പറയുകയാ, മോനെ നീ റസൂലുള്ളാഹിയുടെ ചാരത്ത് ചെന്ന് സലാം പറഞ്ഞല്ലോ. അന്ന് രാത്രിയിൽ റസൂലുള്ള എന്നെ വീട്ടിലേക്ക് കടന്നു വരികയാ. എല്ലാവരും കിടന്നുറങ്ങുമ്പോ റസൂലുള്ള എന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് എന്നോട് സലാം അടക്കുകയാ. എന്നോട് എന്റെ റസൂലുണ്ടല്ലോ സലാം അടക്കുകയോ, എന്നോട് അന്വേഷണങ്ങൾ ചോദിക്കുകയാ. എന്നിട്ട് എന്റെ റസൂലുള്ള മദീനത്തേക്ക് തിരിച്ചു പോകുകയാ. റസൂലുള്ള മദീനത്തേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ ഹൃദയം പൊട്ടി പോലെ. റസൂലുള്ള മദീനത്തേക്ക് തിരിച്ചു പോകുമ്പോ ഞാനതാ പോകല്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ പുറകില് ഞാൻ അറിയാതെ ഓടി മോനെ. എന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങള് പാതിരാത്രിയിൽ കടന്നു വന്നു. എന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങള് പാതിരാത്രി കടന്നു വന്നു. എന്നിട്ട് എന്നോട് സലാം തിരിച്ചു മടക്കി. ആ സലാം തിരിച്ചു മടക്കിയിട്ട് റസൂലുള്ള മദീനത്തേക്ക് തിരിച്ചു പോയപ്പോ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാന് എന്റെ കാലിന്റെ വേദന മറന്നു. പോകല്ലേ നബിയേ, പോകല്ലേ ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിയുടെ പുറകില് അറിയാതെ എണ്ണീച്ചു കൊണ്ടോടിയപ്പോ എന്റെ കാലിന്റെ അസുഖം മാറിയെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ പറയാ. നോക്കിങ്ങള്, വർഷങ്ങളോളം കിടന്ന കിടക്കപ്പായില് കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ആ പാവപ്പെട്ട ഉമ്മ റസൂലുള്ള കിനാവിൽ വന്നിട്ട് തിരിച്ച് മദീനത്തേക്ക് പോയപ്പോ പോകല്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ പുറകില് ഞാൻ അറിയാതെ ഓടിയപ്പോ എന്റെ കാലിന്റെ അസുഖം മാറിയെന്ന് ആര് പറയാ? ആ ഉമ്മ പറയാ. ആ ഉമ്മ പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് റസൂലുള്ളാഹിയുടെ മദീന ഇനിയൊന്ന് കാണണം, എനിക്ക് നടക്കാൻ കഴിയുമല്ലോ. ഇത്രയും നാള് എനിക്ക് കിടന്ന കിടക്കപ്പായില് കിടന്നുകൊണ്ട് എണ്ണീക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് റസൂലുള്ളാഹിയുടെ മദീന കാണാൻ കഴിഞ്ഞില്ല. ഇനി എനിക്ക് നടക്കാൻ കഴിയുമല്ലോ, എനിക്ക് റസൂലുള്ളാഹിയുടെ മദീന ഒന്ന് കാണണം. ആ പൊന്നുമോൻ ഉമ്മയുടെ കൈ പിടിച്ചു. ബഗ്ദാദിന്റെ ചന്തയിൽ ചെന്നു. റസൂലുള്ളാഹിയുടെ മദീനത്തേക്ക് വണ്ടി കയറി. റസൂലുള്ളാഹിയുടെ വെള്ളക്കൊട്ടാരത്തിലേക്ക് വണ്ടി കയറി. ഇലാ ഹദ്റത്തി റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് വണ്ടി കയറുകയാ. വെള്ളക്കൊട്ടാരത്തിന്റെ ചാരയെത്തുമ്പോ രണ്ടുപേരും ഇറങ്ങുകയാ. റസൂലുള്ളാഹിയുടെ മദീനയുടെ ചാരത്ത് ചെന്നിട്ട് രണ്ടുപേരും അതാ ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്നെ ഈ മദീനത്ത് മരിപ്പിക്കണേ അല്ലോ, എന്നെയും എന്റെ പൊന്നുമോനെയും മദീനത്ത് മറവ് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലോ. ആ ഉമ്മയും പ്രിയപ്പെട്ട പൊന്നുമോനും മദീനയുടെ ചാരത്ത് വന്നിട്ട് ദുആ ചെയ്തു, റബ്ബേ ഞങ്ങളെ രണ്ടുപേരെയും മദീനത്ത് വെച്ച് നീ മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ രണ്ടുപേരെയും മദീനത്ത് വെച്ച് നീ മരിപ്പിക്കണേ അല്ലാ. രണ്ടുപേരും ദുആ ചെയ്തു. ആഴ്ചകളോളം അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ സിയാറത്ത് ചെയ്തു. ഒരു ദിവസം നോക്കുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉമ്മാക്ക് നഷ്ടപ്പെടുകയാ. ഒരു ദിവസം നോക്കുമ്പോ മദീനയിൽ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉമ്മാക്ക്
ഉമ്മാക്ക് നഷ്ടപ്പെടുകയാ. ദിവസങ്ങളോളം എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉമ്മ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മദീനത്ത് അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം ഒരു കൂട്ടം ആളുകൾ വിളിച്ചു പറഞ്ഞു, ഒരു മയ്യത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ മയ്യത്ത് ആരുടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കണമെന്ന് പറയുമ്പോ ഈ ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മദീന മുനവ്വറയുടെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോൻ മദീനയുടെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട് കിടക്കുകയാ. ആ പ്രിയപ്പെട്ട ഉമ്മ നിലവിളിച്ചുകൊണ്ട് പറയുകയാ, ഇതെന്റെ മോനാ, ഇതെന്റെ മകനാ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ പടച്ചവനെയാ നാട്ടുകാര് ചോദിക്കുകയാ, ഉമ്മ പൊന്നുമോനെ മയ്യത്ത് ഖബറടക്കണ്ട ഉമ്മ. ആ ഉമ്മയാ ആളുകളോട് പറയുകയാ, എനിക്കെന്റെ പൊന്നുമോനെ മയ്യത്തുണ്ടല്ലോ, ഒന്ന് കുളിപ്പിക്കാൻ അനുവാദം തരുമോ? ഉമ്മയതാ പൊന്നുമോനെ കുളിപ്പിക്കുകയാ, പടച്ചവനെ കഫം പുടവകില് പൊതിയുകയാ, എന്നിട്ട് ആ പൊന്നുമോനെ ജന്നത്തിൽ ബക്കിയിൽ അടക്കുകയാ. പടച്ചവരെ നാട്ടുകാരാ ഉമ്മയെ കൊണ്ടുപോകുകയാ, എന്നിട്ട് പടച്ചവനെ ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കുകയാ. ആ ഉമ്മയെ അവിടെ ഒരു വീട്ടിലുണ്ടല്ലോ, അവിടുത്തെ ആളുകള് താമസിപ്പിക്കുകയാ. രാത്രിയില് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഈ പ്രിയപ്പെട്ട ഉമ്മയെ കാണുന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട ഉമ്മയെ കാണുന്നില്ല. നാട്ടുകാര് മുഴുവനും എന്റെ പ്രിയപ്പെട്ടവര് ഈ ഉമ്മയെ അന്വേഷിക്കുകയാ, മദീന മുനവ്വറ മുഴുവനും തപ്പി നോക്കുകയാ, ഉമ്മയെ കാണാനില്ലോ. അവസാനമുണ്ടല്ലോ ജന്നത്തിൽ ബഖീയിൽ നോക്കുമ്പോ ഒരു ഖബറിന്റെ മുകളില് ഒരാളിങ്ങനെ കിടക്കുകയാ. ആളുകൾ ഇങ്ങനെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ അതാരുടെ ഖബറെന്നറിയോ? രാവിലെ മരണപ്പെട്ടു പോയ പൊന്നുമോനെ ഖബറാണ്. അല്ലാ, ആ ഖബറിന്റെ മുകളില് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉമ്മയുണ്ടല്ലോ, ആ ഖബറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാ. അവിടത്തുള്ള ആളുകൾ ചെന്നുകൊണ്ട് ഉമ്മയെ വിളിക്കുകയാ, എണ്ണീക്കണേ ഉമ്മോ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ആ ഉമ്മയുണ്ടല്ലോ എണ്ണീക്കുന്നില്ല, മരണപ്പെട്ട് കിടക്കുകയാ. രണ്ടുപേരും എവിടാ? രണ്ടുപേരും ജന്നത്തുൽ ബഖീഇലാ. ബഗ്ദാദിന്റെ മണ്ണിൽ ജീവിച്ച് വളർന്ന ഉമ്മയാ, ബഗ്ദാദിന്റെ മണ്ണിൽ ജീവിച്ച് വളർന്ന പൊന്നുമോനാ. ഇന്നെവിടാ കിടക്കുന്നതല്ലോ? അത് മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ളോ ജന്നത്തുൽ ബഖീഇലാണെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ ചെറുപ്പക്കാരാ അവര് രണ്ടുപേര് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തപ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് രണ്ടുപേരും അൽഹംദുലില്ലാഹ് ജന്നത്തുൽ ബഖീഇൽ കിടക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഈ പാതിരാത്രിയിൽ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഒരു വിശ്വാസിയുടെ ആയുധം അത് ദുആയാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഗ്ദാദിലുള്ള ഉമ്മയും പ്രിയപ്പെട്ട പൊന്നുമോനും കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്തപ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് രണ്ടുപേരും ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പറയുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആരാണോ ജന്നത്തുൽ ബഖീയിൽ കിടക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ബഖീയിൽ അല്ലാതെ കിടക്കൂല. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാൻ. എപ്പോഴും ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ ഞങ്ങളെ മരിപ്പിക്കുന്നതും മദീനയുടെ മണ്ണിലാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു ദുആ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഇപ്പൊ നമ്മുടെ ഈ തൊട്ടടുത്ത
തൊട്ടടുത്ത് ഒരു മദ്രസ അൽഹംദുലില്ലാ നമ്മൾ പണിയുന്നുണ്ട്. അത് ഞാൻ പഠിച്ച മദ്രസയല്ല, അത് ഞാന് പഠിച്ച മദ്രസയല്ല, നിങ്ങൾ പഠിച്ച മദ്രസയാ. കോടിക്കണക്കാണ് രൂപ ചെലവഴിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ മദ്രസ പണിയുമ്പോ അതിലേക്ക് സ്വതക്ക കൊടുത്ത് ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് അസ്സദഖതു റദ്ദുൽ ബലാ, സ്വതക്ക എന്ന് പറയുന്നത് വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞാൽ, ഇന്ന് രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞാൽ നമ്മുടെ ഖബറിൽ എന്തുണ്ടാവും പ്രിയപ്പെട്ടവർ? ഇന്ന് രാത്രി ആശിഖ് ദാരിമി മരിച്ചാൽ എന്റെ ഖബറിൽ എന്തുണ്ടാകും പ്രിയപ്പെട്ടവർ? ഒന്നും ഉണ്ടാകൂല. നമ്മൾ പറയും ഉസ്താദേ നമ്മളൊന്നും മരിക്കൂല, നമ്മൾ പറയും ഉസ്താദേ നമ്മളൊന്നും മരിക്കൂല. ഞാനൊരു ഒരു മാസം മുമ്പ് കടമത്ത് ദ്വീപിൽ വയല് പറയാൻ പോയപ്പോ അവിടുന്ന് തിരിച്ച് അഗത്തിയിലേക്ക് വന്നപ്പോ അഗത്തിയിലെ കാളിയാര് പടച്ചവൻ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ റഹ്മാനെ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ 7 വയസ്സുള്ള ചെറുമകള് അനങ്ങാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കോ ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കാളിയാരുടെ വീടിന്റെ അകത്ത് ചെല്ലുമ്പോ 7 വയസ്സുള്ള അജുവ എന്ന് പറയുന്ന പൊന്നുമോള് ആ വീടിന്റെ അകത്ത് മൂക്കിന്റെ അകത്ത് ഒരു കുഴലിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കിടക്ക. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദെ അസുഖം? ഉസ്താദെ ക്യാൻസറാ, ക്യാൻസറാ. 7 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി. അല്ലാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം വടകരയില് എന്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു സഹോദരൻ 20-ാമത്തെ വയസ്സിൽ ഖത്തറിൽ ജോലിക്ക് പോയതാ. പഠിച്ചവരെ വണ്ടിക്കകത്തിരിക്കുമ്പോ വേറെ ഒരു വണ്ടി വന്നിടിച്ചിട്ട് 15 ദിവസമേ ആയുള്ളൂ. 20-ാമത്തെ വയസ്സിൽ പോയതാ, 15 ദിവസമേ ആ ഖത്തറിൽ നിന്നുള്ളൂ. 15-ാമത്തെ ദിവസോ വണ്ടി എന്റെ പ്രിയപ്പെട്ടവർ ഇടിച്ചിട്ട് 15 കൊല്ലമായിട്ട് ഇന്ന് വടകരയിലെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവർ ആ സഹോദരൻ കിടക്ക. 15 വർഷമായിട്ട് ഒരേ ബെഡിൽ ഇങ്ങനെ ആ സഹോദരൻ ഇങ്ങനെ കിടക്ക. എന്നോട് കഴിഞ്ഞ ദിവസം കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദേ ഇതിലും നല്ലത് മരിച്ചാൽ മതിയായിരുന്നു, ഇതിലും നല്ലത് മരിച്ചാൽ മതിയായിരുന്നു. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരിക്കണേ റഹ്മാനെ. അതുകൊണ്ട് പറയാ, ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞാൽ നമ്മുടെ ഖബറിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാകൂല. അതേസമയം 1 രൂപയെങ്കിലും അൽഹംദുലില്ലാ നമ്മൾ ഈ കാണുന്ന മദ്രസയ്ക്ക് കൊടുത്താൽ അവിടെ എന്താ നടക്കണേ? ആ മദ്രസയിൽ നടക്കണേ. അവിടെ രാവിലെ മക്കൾ വരും, എന്റെ പ്രിയപ്പെട്ടവരെ ബെല്ലടിക്കും, ഫാത്തിഹ ചൊല്ലും, ഖുർആൻ ഓതും, അവരെന്റെ പ്രിയപ്പെട്ടവരെ കിതാബുകൾ പഠിക്കും. അവസാനം മദ്രസ വിടുന്ന സമയത്ത് ആ സാധുക്കളാകുന്ന മക്കൾ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയുമ്പോ എഴുതി വെച്ചോ, 1 രൂപയെങ്കിലും അതിനു വേണ്ടി കൊടുത്താൽ അതിന്റെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖബറിലേക്ക് ഇൻഷാ അല്ലാഹു നൽകും. അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഇൻഷാ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ നൽകും. അതിൽ യാതൊരുവിധ സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, 1 രൂപയെങ്കിലും സദഖ കൊടുത്തതിന്റെ പേരിൽ, ആ മദ്രസയ്ക്ക് കൊടുത്തതിന്റെ പേരിൽ ഇന്ന് വരെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പട്ടിണിയായിട്ടുണ്ടോ? ഇല്ല. ഇന്ന് വരെ നമ്മുടെ നാണിക്കടവിലുള്ള സമസ്തയുടെ മദ്രസയ്ക്ക് വേണ്ടി പൈസ കൊടുത്തതിന്റെ പേരിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചങ്ങാതി എന്റെ പ്രിയപ്പെട്ടവരെ യതീഖാനയിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? ഞാൻ പറയാ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ പോലും നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് വരൂല. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ പോലും നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ വരില്ല. എന്നാൽ നമ്മൾ ഈ കൊടുക്കുന്ന 1 രൂപയുടെ പ്രതിഫലമെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളിൽ ഖബറിൽ കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുവരുമെന്ന അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖബറിൽ കിടക്കുമ്പോ നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന, ഖബറിൽ കിടക്കുമ്പോ നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹ് ഞാൻ ഒരുപാട് നന്മകളൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ഖബറിൽ എന്റെ വലത്തെ കൈയുടെ ഭാഗത്തുകൂടി പ്രകാശം വരുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല പറയും, എടാ ചങ്ങാതി നീ 1 രൂപയെങ്കിലും അൽഹംദുലില്ലാ ആ നാണിക്കടവിലെ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ അതിന്റെ പ്രതിഫലം കാരണമായിട്ടാണ് നിന്റെ ഖബറിൽ ഈ വെളിച്ചം അല്ലാഹു തന്നതെന്ന് നാളെ മലക്കുകൾ പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, കൊടുക്കുന്ന 1 രൂപയും ഇഖ്ലാസോടുകൂടി അദബോടുകൂടി തഖ്വയോടുകൂടി കൊടുക്കുന്നവരാരാ? നിങ്ങൾ ഊരി കൊടുക്കുന്ന സ്വർണം അതെന്റെ പ്രിയപ്പെട്ടവരെ ഈ ഖബറിൽ
ഖബറിലേക്ക് നിങ്ങൾ നെയ്യത്ത് വെച്ച് കൊടുത്താൽ എഴുതി വെച്ചോ, എന്റെ പ്രിയപ്പെട്ടവർ, ഒരു രൂപ പോലും വെറുതെയാകൂല, ഒരു രൂപ പോലും വെറുതെയാകൂല. ആ ഖബറിൽ നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുമ്പോ ആ കൊടുത്ത സദഖയുടെ പവർ കൊണ്ട് ആ ഖുർആനിന്റെ പ്രതിഫലങ്ങള്, ആ മക്കള് ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രതിഫലങ്ങള് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബറിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് സദഖ കൊടുത്തോ, ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ 10 ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി തങ്ങള് ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു യാചകം വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ കഴിക്കാൻ വല്ല ഭക്ഷണമുണ്ടോ നബിയെ, കഴിക്കാൻ വല്ല ഭക്ഷണമുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോട് ഒരു യാചകം ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് കഴിക്കാൻ ഭക്ഷണമുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് പടച്ചവനെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവി അതാ പറയുകയാ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആദരവാകുന്ന പ്രവാചകനതാ കൈവിടുന്നില്ലോ. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, യാചകന്റെ കൈ പിടിക്കുകയാ. എന്നിട്ട് ദൂരത്തുള്ളൊരു വീടുണ്ടല്ലോ, പടച്ചവനെ കാണിച്ചു കൊടുക്കുകയാ. അതാരുടെ വീടാ? അത് ഫാത്തിമയുടെ വീടാ. പടച്ചവനെ യാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഫാത്തിമയുടെ വീടിന്റെ ചാരത്തേക്ക് റസൂലുള്ള കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി കടന്നു വരികയാ. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ യാചകനുണ്ടല്ലോ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, കഴിക്കാൻ ഭക്ഷണം തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ? ഫാത്തിമ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ പാത്രങ്ങൾ പരതുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഫാത്തിമയതാ കരയുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, പടച്ചവനെ എടുക്കുകയാ. എന്നിട്ട് യാചകന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ യാചകനതാ ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ എനിക്കുണ്ടല്ലോ പുതപ്പ് വേണ്ട, എനിക്ക് കഴിക്കാൻ ഭക്ഷണം തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ? ഫാത്തിമയുണ്ടല്ലോ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് സുജൂദിനെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹ് എന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന യാചകന് കൊടുക്കാൻ ഭക്ഷണമില്ലോ. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ദുആ ചെയ്യുകയോ. ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരതാ കടന്നു വരികയോ. കണ്ണുനീര് കടന്നു വരുമ്പോ ഒരശരീര് കടന്നു വരികയാ. ഫാത്തിമയോട് പറയുകയാ, കരയല്ലേ ഫാത്തിമ, സങ്കടപ്പെടല്ലേ ഫാത്തിമ. വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ടല്ലോ, നിനക്ക് വേണ്ടി തയ്യാറാണ് ഫാത്തിമ. ഫാത്തിമയതാ കണ്ണു തുടക്കുകയാ. വസ്ത്രങ്ങള് ശേഖരിച്ചിരിക്കുന്ന അലമാരയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അവിടെ ചെന്നുകൊണ്ട് നോക്കുമ്പോ അൽഹംദുലില്ലാഹ് ഒരു സമ്മാനമുണ്ടല്ലോ ഫാത്തിമയുടെ കൈകളിലേക്ക് ലഭിക്കുകയാ. അതിങ്ങനെ തുറന്നു നോക്കുകയാ. അതിങ്ങനെ തുറന്നു നോക്കുമ്പോ ഒരു സ്വർണത്തിന്റെ മാലയുണ്ടല്ലോ ഫാത്തിമയുടെ കൈകളിലേക്ക് പടച്ചവനെ ലഭിക്കുകയാ. ഈ മാലയുണ്ടല്ലോ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. യാചകനുണ്ടല്ലോ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. നബി തങ്ങളോ യാചകനോട് ചോദിക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമ കഴിക്കാൻ ഭക്ഷണം തന്നോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പടച്ചവരെ ഭക്ഷണം തന്നോ എന്ന് ചോദിക്കുമ്പോ യാചകനുണ്ടല്ലോ നബി തങ്ങളോട് പറയുകയാ, ഇല്ലയാ റസൂലല്ലാഹ്,
അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്ക് കഴിക്കാറ് ഭക്ഷണം തന്നില്ലോ, എനിക്ക് ഒരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമോ വല്ലാതെ കരഞ്ഞു നബിയേ. നബി തങ്ങള് യാചകനോട് ചോദിക്കുകയാ, ആ മാലയുണ്ടല്ലോ എനിക്കൊന്ന് തരുമോ? യാചകനാ മാല എടുക്കുകയാ, റസൂലുള്ളയുടെ കൈകളിൽ കൊടുക്കുമ്പോ റസൂലുള്ള കരയുകയാ, റസൂലുള്ള ഏങ്ങലടിക്കുകയാ. റസൂലുള്ള കരയുന്നത് കാണുമ്പോ സഹാബത്ത് വരികയാ, നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയുകയാ, സഹാബാ എന്തിനാ കരയുന്നതെന്നറിയോ? ഈ മാല ആരുടെന്നറിയോ? ഞാൻ കരയുന്ന കാരണം എന്തെന്നറിയോ? എന്റെ കയ്യിലിരിക്കുന്ന മാല അതെന്റെ ഖദീജയുടെ മാലയാ. ഈ ഖദീജ വിട പറയുന്ന സമയത്ത് എന്റെ ഖദീജയുടെ കയ്യിലിരുന്ന മാല ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ ഈ മാല ആർക്കും കൊടുക്കരുത്, ഇതെന്റെ ഓർമ്മക്കായിട്ട് നിനക്ക് വേണ്ടി തരികയാണെന്ന് ഖദീജ ബീവി ഫാത്തിമ ബീവിയോട് പറഞ്ഞു. പക്ഷെ ഫാത്തിമ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലാത്ത സമയത്ത് പോലും കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ മുലപ്പാലില്ല. ആ സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മുമ്പിലേക്ക് കൈനീട്ടി യാചകന് ഒരു മാല എന്റെ പ്രിയപ്പെട്ടവരെ ഊരിക്കൊടുത്തെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നമ്മൾ കൊടുക്കുന്ന സദക്ക മാത്രമേ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ ഖബറിലുണ്ടാവൂ.